celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. കൺവെൻഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അതിനോടുകൂടി 2024-26 വർഷത്തേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷനും നടക്കുന്നു. വാശിയേറിയ മത്സരത്തിൽ 3 മത്സരാർത്ഥികളാണ് നിലവിലുള്ളത്. ഇലക്ഷൻ വളരെ സുതാര്യവും നിഷ്പക്ഷവുമായി നടത്താൻ ഇലക്ഷൻ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നതായി ലീല മാരറ്റ് പറഞ്ഞു. 2018 താൻ ഫൊക്കാന പ്രസിഡന്റായി മത്സരിക്കുമ്പോൾ ഫൊക്കാനയുടെ ബോർഡ് ഓഫ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചിട്ടാണ് പ്രസിഡന്റായി മത്സരിക്കാൻ അനുവദിച്ചത്. ഇപ്രാവശ്യം വേറെ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗം സ്ഥാനം രാജിവെക്കാതെ ഫൊക്കാന പ്രസിഡന്റായി മത്സരിക്കുന്നു. അന്ന് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജി വർഗീസ് ഇന്നും ഇലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാണ്. ബോർഡ് ഓഫ് ട്രസ്റ്റിയാണ് ഇലക്ഷൻ നടത്തുന്നത്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ ബാധകമല്ലേ? എന്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയോട് ബോർഡ് ഓഫ് ട്രസ്റ്റി സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത്? എനിക്ക് 2 വർഷം കൂടി ഉണ്ടായിരുന്ന ബോർഡ് സ്ഥാനം നഷ്ടമായി. ഞാൻ ന്യൂയോർക്കിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. 2010 ന്യൂയോർക്കിൽ കൺവെൻഷൻ കഴിഞ്ഞു. പിന്നെ 15 വർഷം കഴിഞ്ഞ് ന്യൂയോർക്കിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പ്രസിഡന്റ് നിലവിലിരിക്കെ പിന്നെയും വാഷിംഗ്ടണിൽ നിന്നും തന്നെ ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഫൊക്കാനയുടെ നിയമം ഓരോ വ്യക്തികൾക്കും മാറി മാറിയാണോ വരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം 2022 ഫൊക്കാന നേതാക്കൾ പുഞ്ചക്കോണം അച്ഛൻ്റെ മധ്യസ്ഥതയിൽ പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് ഞാൻ ഫുൾ പാനൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേറെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ജയിപ്പിച്ചു. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും. 3 പ്രാവശ്യം പാനലുമായി മത്സരിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 20 വർഷമായി നിരന്തരം ഫൊക്കാനയുടെ എല്ലാ പൊസിഷൻസും എടുത്ത് സംഘടനയ്ക്ക് വേണ്ടി സമയവും അധ്വാനവും കൊടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. 2 പാനലിൽ നിന്ന് മത്സരിച്ചു വരുന്നവരുടെ കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ്. ഗിമിക് പോളുകൾ നടത്തി ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് എന്നു കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് ഇലക്ഷനെ നേരിടും. പിന്മാറുമെന്ന വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക. ചതിയും വഞ്ചനയും മാറ്റി നിർത്തി മോഹന വാഗ്ദാനങ്ങളിൽ പെടാതെ സംഘടനയ്ക്ക് ആത്മാർത്ഥമായി ദീർഘനാൾ സേവനം നൽകിയ സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകുക എന്ന് ഡെലിഗേറ്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.